പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സായാഹ്നത്തിൽ ഈശോയെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും അവിടുന്ന് അവസരം നൽകിയതിന് നമുക്ക് നന്ദി പറയാം. 3 പിശാചുക്കളുടെ കഥ നമുക്കറിയാം. അതിങ്ങനെയാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അച്ഛൻ പറയാണ്. ലൂസിഫർ 3 പിശാചുക്കളെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഒന്നാമത്തെ പിശാച് ഭൂമിയിൽ പോയി ഒരാഴ്ച കൊണ്ട് 10 ആത്മാക്കളെയുമായിട്ട് നരകത്തിൽ വരും. ലൂസിഫർ ചോദിക്കും, ഇത് ആരാ? അവർ ഇതൊക്കെ വ്യഭിചാരികളാന്ന് പറയും. രണ്ടാമത്തെ പിശാചിനെ ഭൂമിയിലേക്ക് അയക്കും. ഒരാഴ്ച കൊണ്ട് അവൻ 100 ആത്മാക്കളെയും കൊണ്ടുവരും. അപ്പോൾ ചോദ്യം, ഇത് ആരാന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇതൊക്കെ ഭ്രൂണഹത്യ ചെയ്തിട്ട് അനുദവിക്കാത്ത ആത്മാക്കളാന്ന് പറയും. മൂന്നാമതൊരു കുട്ടിപ്പിശാചിനെ അയക്കും. കുട്ടിപ്പിശാച് ഒരാഴ്ച കൊണ്ട് 1 കോടി ആത്മാക്കളുമായിട്ട് നരകത്തിൽ വരും. അപ്പോൾ ലൂസിഫർ ചോദിക്കും, കുട്ടിപ്പിശാച് നീ എങ്ങനെ ഇത്ര ആത്മാക്കളെ കൊണ്ടുവന്നത്? അപ്പോൾ കുട്ടിപ്പിശാച് പറയും, ഇത് കുമ്പസാരിക്കാമെന്ന് തീരുമാനമെടുക്കുന്ന ആളുകളാ. നാളെ പള്ളിയിൽ പോയി കുമ്പസാരിക്കാമെന്ന് തീരുമാനമെടുക്കുന്ന ആളുകളാ. എന്നിട്ട് നാളെ കുമ്പസാരക്കൂട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ചെവിയിൽ പറയും, ഇന്ന് വേണ്ട, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ. അല്ലെങ്കിൽ നാളെ പള്ളിയിൽ പോകാമെന്ന് തീരുമാനിച്ച ആളുകളാ. രാവിലെ എഴുന്നേക്കാൻ നേരത്തെ ഞാൻ ചെവിയിൽ പോയി പറയും, ഇന്ന് വേണ്ട, ഇന്ന് തണുപ്പല്ലേ, രാവിലെ അല്ലേ, നിനക്ക് ക്ഷീണമല്ലേ, നാളെ പോകാം, മറ്റന്നാളെ പോകാം. അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾ ഞാൻ നീട്ടിവെച്ച് ഇവരെ പാപത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ഇവരെ കൊണ്ടുവരും. അങ്ങനെയാണ്, നീട്ടിവെക്കരുത്. ഒരു കാര്യങ്ങളും ആത്മീയ കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ, ആരെങ്കിലൊക്കെ സഹായിക്കാമെന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീട്ടിവെക്കരുത്. നന്മയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ജീവിതം നശ്വരമാണ്. വചനം പറയുന്നുണ്ടല്ലോ, പ്രഭാഷകൻ 5:7, കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവയ്ക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. നാളെ നീട്ടിവെക്കരുത്. നാളെ കുമ്പസാരിക്കാം, മറ്റന്നാൾ കുമ്പസാരിക്കാം, നാളെ പള്ളിയിൽ പോവാം, മറ്റന്നാൾ മാനസാന്തരപ്പെടാം. ഒന്നുമില്ല, അവരൊന്നും ചിന്തിക്കരുത്. നാളെ എന്ന് പറയുന്ന നിമിഷം നിനക്കില്ല, നാളെ എന്ന് പറയുന്ന ദിനം നിനക്ക് ഇല്ല. അനുദപിക്കുക, കർത്താവിങ്കിലേക്ക് തിരിച്ച് ചെല്ലുക, കർത്താവിൻ്റെ സ്നേഹത്തിൽ ആനന്ദത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.